യേശുപരായി പോഴുന്നു ചെയ്യേണ്ടു നിനക്ക് യേശുപരാ എന്നോടുള്ളതിൽ ഞാനെന്തു ചെയ്യേണ്ടു നിനക്ക് യേശുപരായി പോഴുന്നു ചെയ്യേണ്ടു നിനക്ക് യേശുപരാ നന്ദി കൊണ്ടെൻ്റെയുള്ളം നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹശാപ ശിക്ഷകളേറ്റ ദേവാത്മജ അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാനന്ദി ഹേയുള്ള മകൾ ശക്തിയേ നാദ അന്തി ഹേയുള്ള മകൾ ശക്തിയേ എന്നോടുള്ള മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്ക് യേശുപരായി പോഴുന്നു ചെയ്യേണ്ടു നിനക്ക് ദൈവനാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ സഭയില് സഭയിൽ ആരാധിക്കുന്ന പ്രിയ സഹോദരൻ ഷാബുവിനും സഹോദരി ആദിലയ്ക്കും ദൈവം നൽകിയ ആദ്യത്തെ ഈ പെൺ പൈതലിനെ അവർ ദൈവത്തിനായി സമർപ്പിക്കാൻ ദൈവസന്നിധാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് അവരുടെ ദൈവത്തോടുള്ള നന്ദിയോടെ ഈ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. തുടർന്ന് ഈ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ മാതാപിതാക്കൾ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ പൈതലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുക. രണ്ട് ദൈവവചന ഭാഗങ്ങൾ ദൈവസന്നിധിയിൽ രണ്ട് പ്രിയപ്പെട്ടവരായിട്ട് വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വരാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ മറ്റൊരാൾ വേഗത്തിൽ ശബ്ദം ഉയർത്തി ക്ലിയറായിട്ട് വായിക്കുക. മക്കൾ യഹോവ നൽകുന്ന അവകാശവും കുതിരമരം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ അവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവൻ ലജ്ജിച്ചു പോവുകയില്ല. അവൻ തൊടേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാരെ പുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദേവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അത് കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വചനം നമ്മളിവിടെ വായിച്ച് കേട്ടു. ചിലരെ തൊടേണ്ടതിന് യേശുവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ യേശു തൊടാൻ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ തടയാൻ ചില ശിഷ്യന്മാർ തയ്യാറാണ്. എന്നാൽ യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞത്, ശിശുക്കളെ എന്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയും, അവരെ തടയ്ക്കാൻ, അവർക്കാണ് ദൈവരാജ്യം. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച അനേക മാതാപിതാക്കൾ യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 127-ാമത്തെ സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ.
അവയെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇനി അങ്ങനെയുള്ളവർ അവൻ ശത്രുക്കളോട് നഗരവാതിൽക്കൽ വെച്ച് സംസാരിക്കുമ്പോൾ അവർ ലജ്ജിച്ച് പോവുകയില്ല. സദൃശവാക്യം 22-ാം അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് അവനെ വിട്ട് മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബം ദൈവിക സ്ഥാപനമാണ്. മക്കൾ ദൈവത്തിന്റെ ദാനവും അനുഗ്രഹവുമാണ്. മക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്ന പതിവ് തിരുവചനത്തിനകത്ത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാൻ കഴിയുന്നു. വെള്ളത്തിൽ നിന്ന് തിരിച്ചു കിട്ടിയ മോശയെ അമ്രാമും യോഖേബേദും ദൈവത്തിനായി വളർത്തി. ഹന്ന പ്രാർത്ഥിച്ചു വാങ്ങിയ മകൻ ശമൂവേലിനെ മാതാപിതാക്കൾ ദൈവത്തിനായി സമർപ്പിക്കുന്നത് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. യേശു എന്ന ആ പൈതല്, യേശു ശിശുവായിരിക്കുമ്പോൾ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുചെന്നതും നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോ ദൈവവചനത്തിനകത്തുള്ള ഒരു ശുശ്രൂഷയാണ് കുഞ്ഞുങ്ങളെ ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സമർപ്പണത്തോടെ ഈ മാതാപിതാക്കൾ ഈ ശിശുവിനെ പ്രതിഷ്ഠിക്കുവാനായി ദൈവസഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു. സഭയ്ക്ക് ഈ കുഞ്ഞിനോടും അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. ആ ഉത്തരവാദിത്തങ്ങൾ നിറവഴിയായി നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവം കൊടുത്ത പൈതല് ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ അവർ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ, കുഞ്ഞിനെ പ്രതിഷ്ഠിക്കണം, സ്തോത്രം, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം, നിങ്ങൾ ഒരു ദിവസം ചെയ്യിക്കുക, നമുക്ക് കാര്യം ചെയ്യാമെന്ന് അവരോട് വാക്ക് കൊടുത്തു. അങ്ങനെ അവര് ഈ ദിവസം പ്രതിഷ്ഠിക്കണം എന്ന് അവര് ദൈവസന്നിധിയിൽ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ നിലയിലാണ് ഇന്ന് അവരെ ദൈവസഭയില് ഈ കുഞ്ഞുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആമേൻ, ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം ഈ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ദൈവവചനം വായിക്കുകയും ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ ആരാധനകൾ മുടക്കാതെ ആരാധനകൾക്ക് സ്ഥിരമായി വരികയും ദൈവത്തിന്റെ വചനം ഈ കുഞ്ഞിനെ പഠിപ്പിക്കുകയും ചെയ്ത് ആ കുഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിൽ വളരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങളുടെ അച്ചടക്കത്താലും ദൈവഭക്തിയാലും ആ ദൈവഭക്തി എന്തെന്ന് ഈ ശിശു പഠിക്കണം. ഈ ശിശുവിന്റെ രക്ഷയ്ക്കായി സഭ പ്രാർത്ഥിക്കണം, മാതാപിതാക്കളും പ്രാർത്ഥിക്കണം. ആമേൻ. ഈ സഭയിലെ ഏതെങ്കിലും ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ ദൈവ സഭയ്ക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, സഹോദരൻ ഷാബുവിനോടും അതുപോലെ സഹോദരി ആദരയോടും ചോദിക്കട്ടെ, നിങ്ങളുടെ ഭക്തിയും ആദരവും ഈ ശിശുവിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ എനിക്ക് ബോധ്യമാകുന്നു. ഈ പ്രതിഷ്ഠ പൂർണ്ണമാകാൻ ഈ ശിശു ദൈവിക ദാനമാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയണം. അതേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒരു ദാനമാണ് ഈ കുഞ്ഞ്. നിങ്ങൾക്ക് ഈ ശിശുവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഈ ശിശുവിനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ കുഞ്ഞു പൈതലിനെ നമ്മൾ ദൈവസ്ഥനിൽ അർപ്പിക്കുമ്പോൾ ഈ കുഞ്ഞിൽ എന്തെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ഇതിന് ജന്മം കൊടുത്ത നിങ്ങൾക്കറിയത്തില്ല. ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് മാത്രമേ അറിയാവൂ ഈ പൈതലിന്റെ മേൽ എന്തെല്ലാം കടമകൾ, എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നിങ്ങളുടെ കുഞ്ഞിനെ ദൈവഹിതത്തിനായി സമർപ്പിക്കണം. നിങ്ങളുടെ ഹിതവും ദൈവത്തിന്റെ ഹിതവും തമ്മിൽ യോജിക്കാത്തതാണ്. പൂർണ്ണമായും ദൈവഹിതത്തിനായിട്ട് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട് ഒരു ആത്മീക പാഠശാലയായിരിക്കണം. കൂടുതൽ പഠനത്തിനായി സ്ഥിരമായി ഈ ശിശുവിനെ
നിങ്ങൾ ദൈവാലയത്തിൽ സ്ഥിരമായി കൊണ്ടുവന്ന് പ്രാർത്ഥനയിൽ തുടരണം. നിങ്ങളുടെ ജീവിതം ഈ ശിശുവിന്റെ ആത്മീക മാതൃക ആയിരിക്കണം. ശാരീരികവും മാനസികവും ആയ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതോടൊപ്പം ഈ കുഞ്ഞിന്റെ ആത്മീക ആവശ്യം പരിഗണിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള പ്രോത്സാഹനം നിങ്ങൾ കൊടുക്കണം. ഈ ശിശുവിന്റെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇതിന് സമ്മതിക്കുന്നെങ്കിൽ അതെ എന്ന് ദൈവസഭയിൽ പറയും. ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? തീരുമാനിക്കുന്നു. Praise the Lord. നമുക്ക് എങ്ങനെയെങ്കിലും ചേർന്ന് ഒരു പാട്ട് കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സമയം വേർതിരിക്കുകയാണ്. Praise the Lord. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നൂടെ വന്ദനം എന്നൂമൻ നിന്നൂടെ വന്ദനം എന്നൂമൻ ഗാനമാ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം, ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം, പരനോടു കൂടെയാ നിത്യമായി വാണിടും, പരനോടു കൂടെയാ നിത്യമായി വാണിടും. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് സൗരി ഷാബുവിനും സൗരി ആതിരയ്ക്കും ദൈവം കൊടുത്ത ഈ കുഞ്ഞിനെ ഇന്നു മുതൽ ആത്മീക എ ഷാബു എന്ന പേരിൽ അറിയപ്പെടും. നമ്മൾ ഈ കുഞ്ഞിനായി പ്രാർത്ഥിക്കാൻ പോകും. സഭയ്ക്ക് ഒരുമിച്ച് പൈതലിനായി പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിന്റെ എല്ലാ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഭക്തിയോടെ വളർത്താൻ, ദൈവസന്നിധിയിൽ ആത്മീകമായി വളർത്താൻ, ദൈവകൃപയിൽ വളർത്താൻ ഈ പൈതലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. അവരിന്ന് ദൈവസന്നിധിയിൽ ഈ പൈതലെ കൊണ്ടുവന്നിരിക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഈ കുഞ്ഞിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ, ഈ കുഞ്ഞിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനത്തിലും അങ്ങയിലുള്ള ഭക്തിയിലും അങ്ങയിലുള്ള ആരാധനയിലും ആ ദൈവകൃപയിലും വളരാൻ ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പൈതലിനായി നിങ്ങൾ സ്തോത്രം ചെയ്യും.
സൗര ഷാബുവിനും സൗര ആതിരയ്ക്കും ദൈവം കൊടുത്ത കർത്താവെ ആദ്യത്തെ ഈ പൈതൽ, ഈ മകള് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്ന കർത്താവേ, ആമേൻ. ഈ കുഞ്ഞിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, ഭൗതിക അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ മുന്നോട്ടുള്ള ഓരോ പ്രായത്തിലും അവന് കൊച്ചുകുഞ്ഞാണ്, കൈക്കുഞ്ഞാണ് ദൈവമേ. ഇവളുടെ ഇവളെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നടക്കേണ്ട സമയത്ത് നടന്ന്, ഓടേണ്ട സമയത്ത് ഓടി, പഠനത്തിൽ മികവ് പ്രാപിക്കേണ്ട സമയങ്ങളിൽ ആ നിലകളിൽ മികവ് പ്രാപിച്ച് ഇവൾ ദൈവ പൈതലായി, പ്രത്യേകിച്ച് കർത്താവെ രക്ഷയ്ക്കായി സമയമാകുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു നല്ല പൈതലാക്കി ഈ പൈതലെ തീർക്കുന്നതിനായി സ്തോത്രം. ആ നിലയിൽ ഈ കുഞ്ഞിനെ വളർത്താൻ ദൈവം ഈ പ്രിയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ആത്മീയ കാഴ്ചപ്പാടിനായി സ്തോത്രം. ആ നിലയിൽ ഇവരെ വളർത്തണമേ. ആ നിലയിൽ ഈ കുഞ്ഞിനെ വളർത്താനുള്ള ദൈവകൃപ കർത്താവേ ഈ കുടുംബത്തിന്റെ മേൽ പകരുന്നതോടൊപ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ ആത്മിക യേശാബു എന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വെളിപ്പെടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവഭക്തിയിലും ദൈവവചനപ്രകാരം ഈ പൈതലെ വളർത്തുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കൈമാറുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മാതാപിതാക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഷാബുവിനായി പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുന്ന് സഹായിക്കണമേ. പിതാവേ, അവിടുന്ന് കരുണ കാണിക്കണമേ. ഈ പൈതലിന് ജന്മം കൊടുക്കാനുള്ള അവസരം ദൈവം കൊടുത്തല്ലോ. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി ഈ സഹോദരനെ ബലപ്പെടുത്തുന്നതോടൊപ്പം ദൈവ കൃപയില് വളർന്നു വരുവാൻ, ദൈവ ശക്തിയിൽ തികഞ്ഞു വരുവാൻ, ഈ പൈതലിനെ ശരിയായ നിലയിൽ ആത്മീയതയെ വളർത്താനുള്ള ദൈവ കൃപ ഈ സഹോദരനെ പകർന്ന് അനുഗ്രഹിക്കണമേ. ഈ മകളാതിരിക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവയുടെ ഉദരത്തിനകത്ത് ഈ പൈതലെ ഉരുവാക്കാൻ ദൈവം കാണിച്ച മനസ്സിനായി സ്തോത്രം. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും, പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവമേ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ദൈവം കൊടുത്ത അവസരത്തിനായി സ്തോത്രം. ഈ പൈതലിനെ, ഈ മകളെ ശരിയായ നിലയിൽ വളർത്താൻ എന്റെ ദൈവം കരുണ കാണിക്കണമേ. ദൈവത്തെ മകളോട് കൂടിയിരിക്കണമേ. അങ്ങനെ ഇവരെ കുടുംബമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്നല്ല പിതാവേ, ആമേൻ. ദൈവം ഈ കുടുംബത്തെ സമൃദ്ധിയായി ഈ ഭൂമിയിൽ അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു.